നമസ്കാരം. എല്ലാ വിദ്യാർത്ഥികൾക്കും സ്മാർട്ട് അക്കാദമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് റഫീഖ് എന്നാണ്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ഫിസിക്സ് അഥവാ ഭൗതിക ശാസ്ത്രത്തിലെ PSC ഒരുപാട് തവണ പലപ്പോഴായിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് പ്രകാശം എന്ന് പറയുന്നത്. നമ്മൾ ആ പ്രകാശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചാപ്റ്റർ ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇത് ഒരു ക്ലാസ്സിൽ തീരുന്ന വിഷയമല്ല. നമ്മൾ രണ്ടോ മൂന്നോ ക്ലാസ്സുകളായിട്ട് എടുക്കേണ്ട ഒരു സബ്ജക്റ്റാണ് പ്രകാശം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ആദ്യത്തെ ക്ലാസ് ആണിത്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പ്രകാശത്തിന്റെ ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോ പ്രകാശത്തെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ പ്രകാശത്തെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ എനിക്ക് ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ള ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്: പ്രകാശത്തെ കുറിച്ചുള്ള പഠനം. എന്താണ് ചോദ്യം? നിങ്ങൾ ശ്രദ്ധിക്കുക. പ്രകാശത്തെ കുറിച്ചുള്ള പഠനം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? പ്രകാശത്തെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഒപ്റ്റിക്സ് എന്നാണ്. പ്രകാശത്തെ കുറിച്ചുള്ള പഠനം എന്തെന്നാണ് അറിയപ്പെടുന്നത്? ഒപ്റ്റിക്സ് എന്നാണ്. അപ്പോ PSC ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, മുൻകാല ചോദ്യ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്: ഒപ്റ്റിക്സ് എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഒപ്റ്റിക്സ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആരാണ്? അതിന്റെ ഉത്തരമാണ് സർ ഐസക് ന്യൂട്ടൺ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വളരെ പ്രതിഭാധനായിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞനാണ് സർ ഐസക് ന്യൂട്ടൺ. അദ്ദേഹമാണ് ഒപ്റ്റിക്സ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയത്. അപ്പോ നമുക്ക് ഐസക് ന്യൂട്ടനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സർ എന്ന് പറയുന്ന പദവി ഏറ്റുവാങ്ങിയ ആദ്യത്തെ ശാസ്ത്രജ്ഞനാണ് ഐസക് ന്യൂട്ടൻ. സർ എന്ന് പറയുന്ന പദവി ഏറ്റുവാങ്ങിയ ആദ്യത്തെ ശാസ്ത്രജ്ഞനാണ് ഐസക് ന്യൂട്ടൻ. ഇനി അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ പ്രത്യേകത കാൽക്കുലസ് എന്ന് പറയുന്ന ഗണിതശാസ്ത്ര ശാഖയുടെ പിതാവാണ് ഐസക് ന്യൂട്ടൻ. എന്താണ്? കാൽക്കുലസ് എന്നറിയപ്പെടുന്ന ഗണിതശാസ്ത്ര ശാഖയുടെ പിതാവാണ് ഐസക് ന്യൂട്ടൻ. അപ്പൊ നമുക്ക് നോക്കാം. പ്രകാശത്തെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരാണ് ഒപ്റ്റിക്സ്. ഒപ്റ്റിക്സ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയ വ്യക്തിയാണ് സർ ഐസക് ന്യൂട്ടൻ. സർ ഐസക് ന്യൂട്ടൻ. ഇനി പ്രകാശത്തെ കുറിച്ച് പറയുമ്പോൾ പ്രകാശത്തിന് സഞ്ചരിക്കുന്നതിനായി ഒരു മാധ്യമം ആവശ്യമില്ല. പോയിന്റ് ശ്രദ്ധിക്കുക. പ്രകാശത്തിന് സഞ്ചരിക്കുന്നതിനായി ഒരു മാധ്യമം അഥവാ മീഡിയം ആവശ്യമില്ല. പ്രകാശത്തിന് സഞ്ചരിക്കാൻ ഒരു മീഡിയം ആവശ്യമില്ല. പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗത അനുഭവപ്പെടുന്നത് ശൂന്യാകാശത്താണ്. അതായത് വാക്വത്തിലാണ് പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗത അനുഭവപ്പെടുന്നത്. അപ്പോ പോയിന്റ് ശ്രദ്ധിക്കുക. പ്രകാശത്തിന് സഞ്ചരിക്കാനായിട്ട് എന്താവശ്യമില്ല? മാധ്യമം അല്ലെങ്കിൽ ഒരു മീഡിയം ആവശ്യമില്ല. പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗത അനുഭവപ്പെടുന്നത് ശൂന്യതയിൽ അല്ലെങ്കിൽ വാക്വത്തിലാണ്. പ്രകാശത്തിന്റെ വേഗത എന്ന് പറയുന്നത് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. പ്രകാശത്തിന്റെ വേഗത എന്ന് പറയുന്നത് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. അത് നമുക്ക് ഇങ്ങനെ പറയാം: പ്രകാശം ഏകദേശം 3 ലക്ഷം കിലോമീറ്റർ ഒരു സെക്കൻഡിൽ പെർ സെക്കൻഡിൽ സഞ്ചരിക്കും എന്ന് നമുക്ക് അതിനെ കുറിച്ച് പറയാം. എന്താണ് പ്രകാശത്തിന്റെ വേഗത എന്ന് പറയുന്നത്? 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. അത് നമുക്ക് ചുരുക്കി ഇങ്ങനെ പറയാം: പ്രകാശം ഏകദേശം 3 ലക്ഷം കിലോമീറ്ററോളം ഒരു സെക്കൻഡിൽ സഞ്ചരിക്കും. ഇനി പ്രകാശം അപ്പൊ അതിന്റെ വേഗത എന്ന് പറയുന്നത് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്, അഥവാ 3 ലക്ഷം കിലോമീറ്റർ പ്രകാശം ഒരു സെക്കൻഡിൽ സഞ്ചരിക്കും. ഇനി നമുക്ക് ഈ പ്രകാശത്തിന്റെ വേഗതയെ കുറിച്ച് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് പറയേണ്ട പ്രധാനപ്പെട്ട 2 പോയിന്റ് ആണ്. പ്രകാശത്തിന്റെ വേഗത കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. പ്രകാശത്തിന്റെ വേഗത ആദ്യമായി കണക്കാക്കിയത് ആരാണ്? പ്രകാശത്തിന്റെ വേഗത ആദ്യമായി കണക്കാക്കിയത് ക്രിസ്റ്റ്യൻ റോമൻ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ്. അപ്പോ ചോദ്യം ശ്രദ്ധിക്കുക. പ്രകാശത്തിന്റെ വേഗം ആദ്യമായി കണക്കാക്കിയ ശാസ്ത്രജ്ഞനാണ് ക്രിസ്റ്റ്യൻ റോമൻ. ക്രിസ്റ്റ്യൻ റോമൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ആദ്യമായി പ്രകാശത്തിന്റെ റോമൻ അല്ല, ക്രിസ്റ്റ്യൻ റോമർ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ആദ്യമായി പ്രകാശത്തിന്റെ വേഗത കണക്കാക്കിയത്. എന്നാൽ പ്രകാശത്തിന്റെ വേഗത ആക്യുറേറ്റ് ആയിട്ട് വളരെ കൃത്യമായി ആദ്യമായി
കണക്കാക്കിയ ശാസ്ത്രജ്ഞനാണ് ആൽബർട്ട് മെക്കൽസൺ. പോയിന്റ് ശ്രദ്ധിക്കുക. പ്രകാശത്തിന്റെ വേഗത ആദ്യമായി കണക്കാക്കിയ ശാസ്ത്രജ്ഞനാണ് ക്രിസ്ത്യൻ റോമർ എന്ന് പറയുന്നത്. പ്രകാശത്തിന്റെ വേഗത ആക്യുറേറ്റ് ആയി അല്ലെങ്കിൽ വളരെ കൃത്യമായി കണക്കാക്കിയ ശാസ്ത്രജ്ഞനാണ് ആൽബർട്ട് മെക്കൽസൺ. അദ്ദേഹത്തിന്റെ പേരാണ് ആൽബർട്ട് മെക്കൽസൺ. ആൽബർട്ട് മെക്കൽസൺ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് പ്രകാശത്തിന്റെ വേഗത ആദ്യമായിട്ട് വളരെ കൃത്യമായി കണക്കിലാക്കിയത്. ഇനി ഈ പ്രകാശത്തിന്റെ വേഗതയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ എല്ലാവരും പറയാറുള്ള അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള PSC ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, പ്രകാശത്തിനേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന വസ്തു ഏതാണ്? പ്രകാശത്തിനേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന വസ്തു അല്ലെങ്കിൽ കണം ഏതാണ്? പ്രകാശത്തിനേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന കണം എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്ന ഉത്തരമാണ് ടാക്കിയോൺ എന്ന് പറയുന്നത്. പ്രകാശത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന കണം ഏതാണ്? പ്രകാശത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന കണമാണ് ടാക്കിയോൺ. ഇത് കണ്ടെത്തിയത് ഒരു മലയാളിയാണ്. അദ്ദേഹത്തിന്റെ പേരാണ് ECG സുദർശൻ. അദ്ദേഹം മരണപ്പെട്ടു പോയി. പ്രകാശത്തിനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന കണം എന്ന് നമ്മൾ പഠിക്കുന്നതാണ് ടാക്കിയോൺ. അത് കണ്ടെത്തിയ വ്യക്തിയാണ് ECG സുദർശൻ. അപ്പോ നിങ്ങളോട് ഒരു ചോദ്യം, പ്രകാശത്തിനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു കണം ശരിക്കും നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടോ? ഇപ്പൊ PSCയുടെ ഉത്തരം, നിങ്ങൾ PSC ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് എഴുതണം? ഉത്തരം ടാക്കിയോൺ എന്ന് എഴുതണം. ഇനി ഇവിടെ നിന്ന് പറയാൻ പോകുന്ന കാര്യങ്ങൾ, ഇതിന് ശേഷം ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് PSCയുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട കാര്യങ്ങളല്ല എങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി, മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി ഇതുമായി ബന്ധപ്പെട്ട് ഒരു 2-3 പോയിന്റുകൾ കൂടി പറയുകയാണ്. അത് നിങ്ങൾക്ക് PSCയുമായി ബന്ധപ്പെട്ട് ആവശ്യമുള്ള കാര്യങ്ങളല്ല. അതായത് ശരിക്കും പ്രകാശത്തിനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന കണം അഥവാ ഈ ടാക്കിയോണുകൾ എന്ന് പറയുന്ന കണം ഇതുവരെ നിലവിൽ കണ്ടെത്തപ്പെട്ടിട്ടില്ല. ഇത് ഒരു ഹൈപ്പോത്തറ്റിക്കൽ കണമാണ്. ഒരു ഹൈപ്പോത്തിസിസിൽ മാത്രം നിലനിൽക്കുന്ന ഒരു കലമാണ് ഈ പറയുന്ന ടാക്കിയോണുകൾ എന്ന് പറയുന്നത്. ഇത് 1962 മെറ്റാ പാർട്ടികൾ എന്ന് പറയുന്ന ഒരു പ്രബന്ധത്തിലാണ് ECG സുദർശൻ ഇത് അവതരിപ്പിക്കുന്നത്. അദ്ദേഹം മാത്രമല്ല, ബിലാന്യു ദേശ്പാണ്ഡെ എന്ന് പറയുന്ന 2 വ്യക്തികൾ കൂടി ചേർന്നുകൊണ്ടാണ് ഈ പറയുന്ന മെറ്റാ പാർട്ടികൾ എന്നാണ് അന്ന് അദ്ദേഹം ഈ പറയുന്ന ടാക്കിയോണുകളെ വിളിച്ചിരുന്നത്. അതായത് ഈ ടാക്കിയോൺ എന്ന് പറയുന്ന പേര് പോലും ECG സുദർശൻ നൽകിയതല്ല. അദ്ദേഹം 1962 പ്രകാശത്തിനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന കണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതിനെ വിളിച്ച പേര് എന്ന് പറയുന്നത് മെറ്റാ പാർട്ടിക്കിൾസ് എന്നാണ്. എന്നാൽ 1967 ജെറാൾഡ് ഫെയ്സൻബർഗ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് ടാക്കിയോണുകൾ എന്ന് ഇത്തരം കണങ്ങളെ വിശേഷിപ്പിച്ചത്. നിങ്ങൾ മനസ്സിലാക്കുക, ഫിസിക്സിൽ പ്രകാശത്തിനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കപ്പെടുന്ന ഒരു കണം കണ്ടെത്തപ്പെടുകയാണെങ്കിൽ ഇന്ന് വരെ എഴുതപ്പെട്ടിട്ടുള്ള ഫിസിക്സിന്റെ എല്ലാവിധ തത്വങ്ങളും അടിസ്ഥാന തത്വങ്ങളും മാറ്റിമറിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, പ്രകാശത്തിനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന കണം ഏതാണെന്ന് ചോദിച്ച് നമ്മൾ ടാക്കിയോൺ എന്ന് പഠിക്കുമെങ്കിലും അത്തരം ഒരു കണം നാളിതുവരെ കണ്ടെത്തപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, ഏകദേശം ശാസ്ത്രലോകം ഇതുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങളൊക്കെ നിർത്തിവെച്ചിട്ടുള്ള ഒരു മട്ടുമാണ്. ഇത് കണ്ടെത്താനുള്ള പരീക്ഷണങ്ങളെല്ലാം നിർത്തിവെച്ചിട്ടുള്ള ഒരു മട്ടുമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അപ്പോ നമുക്ക് PSC ചോദിക്കുന്നത് കൊണ്ട് നമ്മൾ ഇത് പഠിക്കുക. പ്രകാശത്തിനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന കണമാണ് എന്ത്? ടാക്കിയോൺ. അത് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ ECG സുദർശൻ എന്ന് പറയുന്നത്. എന്നാൽ അത്തരത്തിലുള്ള ഒരു കണം നാളിതുവരെയും നമ്മൾ കണ്ടെത്തിയിട്ടില്ല. അതൊരു ഹൈപ്പോത്തറ്റിക്കൽ കണം മാത്രമാണ്. ഇനി പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗത എവിടെയാണ്? പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗത അനുഭവപ്പെടുന്നത് ഞാൻ പറഞ്ഞു ശൂന്യതയിലാണ്. പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗത അനുഭവപ്പെടുന്നത് ശൂന്യതയിലാണ്. ഇത് നമ്മൾ പറഞ്ഞതാണ്. അപ്പോ ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോ ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു ചോദ്യം കൂടി ഉണ്ടാവും. ഇപ്പൊ ഏറ്റവും കൂടുതൽ എവിടെയാണെന്ന് നമ്മൾക്കറിയാം, ശൂന്യതയിലാണെന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ വേറൊരു ചോദ്യമാണ്, ഏറ്റവും കുറവ് വേഗത എന്തിലായിരിക്കും? പ്രകാശത്തിന് ഏറ്റവും കുറവ് വേഗത അനുഭവപ്പെടുന്നത് എവിടെയായിരിക്കും? അതിന്റെ ഉത്തരമാണ് പ്രകാശം വജ്രം എന്ന് പറയുന്ന ഇതിലൂടെ കടന്നു പോകുമ്പോഴാണ് പ്രകാശത്തിന് ഏറ്റവും കുറവ് വേഗത അനുഭവപ്പെടുന്നത്. അപ്പോ പ്രകാശത്തിന് ഏറ്റവും കൂടിയ വേഗത അനുഭവപ്പെടുന്നത് എവിടെയാണ്? ശൂന്യതയിലാണ്. പ്രകാശത്തിന് ഏറ്റവും കുറഞ്ഞ വേഗത അനുഭവപ്പെടുന്നത് വജ്രത്തിലാണ്. ഇനി പ്രകാശത്തിന്
ഏറ്റവും കൂടിയ വേഗത ശൂന്യതയിലാണ് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്റെ പേരാണ് ഫുക്കാൾട്ട്. ലിയോൺ ഫുക്കാൾട്ട് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. പ്രകാശത്തിന്റെ വേഗത ഏറ്റവും അധികം ശൂന്യതയിലാണ് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ആര്? ലിയോൺ ഫുക്കാൾട്ട് എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല അദ്ദേഹം കണ്ടെത്തിയത്, മാധ്യമങ്ങൾ മാറുന്നതിനനുസരിച്ച്, അതായത് പ്രകാശം സഞ്ചരിക്കുന്ന മാധ്യമങ്ങൾ മാറുന്നതിനനുസരിച്ച് പ്രകാശത്തിന്റെ വേഗതയിൽ മാറ്റം വരുന്നു എന്ന് കണ്ടെത്തിയതും ആരാണ്? അതും ലിയോൺ ഫുക്കാൾട്ട് തന്നെയാണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട 2 കണ്ടെത്തലുകൾ എന്താണ്? പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗത ശൂന്യതയിലാണ്, മാത്രമല്ല മാധ്യമം മാറുന്നതിനനുസരിച്ച് പ്രകാശം അതിന്റെ വേഗതയിൽ മാറ്റം വരുന്നു എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്മാരാണ്, അതും ലിയോൺ ഫുക്കാൾട്ട് തന്നെയാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗത എന്തിലാണ്? ശൂന്യതയിലാണ്. ഏറ്റവും കുറവ് വേഗത എവിടെയാണെന്നാണ് പറഞ്ഞത്? അത് വജ്രത്തിലൂടെ കടന്നു പോകുമ്പോഴാണ്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ലിയോൺ ഫുക്കാൾട്ടിന്റെ കണ്ടുപിടുത്തമായിട്ട് പറഞ്ഞത് എന്താണ്? ഒരു മാധ്യമത്തിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ അതിന്റെ വേഗതയിൽ മാറ്റം വരുന്നു എന്ന് നമ്മൾ പഠിച്ചു. അത് കണ്ടെത്തിയ വ്യക്തിയാണ് ആര്? ലിയോൺ ഫുക്കാൾട്ട് എന്ന് പഠിച്ചു. ഇവിടെ നിങ്ങൾ നോക്കുക, ഓരോ മാധ്യമത്തിലൂടെയും പ്രകാശം കടന്നു പോകുമ്പോൾ അതിന്റെ വേഗതയാണ് ഇവിടെ ഏത് മാധ്യമത്തിലൂടെയാണ് കടന്നു പോകുന്നത്, ഇവിടെ അതിന്റെ വേഗത എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പറയുന്നത്. പ്രകാശം ശൂന്യതയിലൂടെ കടന്നു പോകുമ്പോൾ അതിന്റെ വേഗതയാണ് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. പ്രകാശം ഏറ്റവും വേഗതയിൽ കടന്നു പോകുന്നത് ശൂന്യതയിലാണ്. അവിടെ അതിന്റെ വേഗത എത്രയാണ്? 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി ജലത്തിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ അതിന്റെ വേഗത എത്രയാണ്? 2.25 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ജലത്തിലൂടെ 2.25 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഇനി ഗ്ലാസിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ 2 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് വേഗതയിലാണ് എന്ത് കടന്നു പോകുന്നത്? പ്രകാശം കടന്നു പോകുന്നത്. ഇനി നമ്മൾ പറഞ്ഞു ഏറ്റവും കുറവ് വേഗത എവിടെയാണെന്നാണ് പറഞ്ഞത്? അത് പ്രകാശം വജ്രത്തിലൂടെ കടന്നു പോകുമ്പോഴാണ്. എത്രയാണ് ആ വേഗത? 1.25 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ് പ്രകാശത്തിന്റെ വേഗത എന്ന് പറയുന്നത്. ഇനി പറയുന്ന പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഒരു മാധ്യമത്തിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ ആ മാധ്യമം ആ പ്രകാശത്തിന്റെ വേഗതയെ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നുള്ളതിന്റെ അളവാണ് അതിന്റെ സാന്ദ്രത, പ്രകാശിക സാന്ദ്രത അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നത്. പ്രകാശിക സാന്ദ്രത അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നമ്മൾ എന്ത് പറയും? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയും. അപ്പൊ അതെന്താണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി? എന്താണ്? ഒരു മാധ്യമത്തിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ, അതായത് ഒരു മാധ്യമത്തിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ ആ മാധ്യമം പ്രകാശത്തിന്റെ വേഗത എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നുള്ളത് കാണിക്കുന്ന അളവിനെയാണ് നമ്മൾ പ്രകാശിക സാന്ദ്രത അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അഥവാ സാന്ദ്രത, പ്രകാശിക സാന്ദ്രത കൂടുന്നതിനനുസരിച്ച് പ്രകാശത്തിന്റെ വേഗത കുറയും. പോയിന്റ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. നിങ്ങൾ മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക, കാണാപ്പാഠം പഠിക്കരുത്. പ്രകാശിക സാന്ദ്രത എന്ന് പറയുന്നത് കൂടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? പ്രകാശിക സാന്ദ്രത കൂടുമ്പോൾ പ്രകാശത്തിന്റെ വേഗത എന്ത് സംഭവിക്കും? പ്രകാശത്തിന്റെ വേഗത കുറയും. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. എന്താണ്? ഒന്ന്, പ്രകാശിക സാന്ദ്രത ഏറ്റവും കൂടുതൽ എവിടെയാണ്? എന്തിലൂടെ കടന്നു പോകുമ്പോഴാണ്? വജ്രത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രത അനുഭവപ്പെടുന്നത്. അല്ലെങ്കിൽ പ്രകാശിക സാന്ദ്രത ഏറ്റവും കൂടുതൽ എന്തിലൂടെ കടന്നു പോകുമ്പോഴാണ്? വജ്രത്തിലൂടെ കടന്നു പോകുമ്പോഴാണ്. അതുകൊണ്ടാണ് ഇവിടെ പ്രകാശത്തിന്റെ വേഗത എന്തായിരിക്കും? കുറവായിരിക്കും. ഇത് തന്നെ നേരെ തിരിച്ചിവിടെ നമുക്ക് പറയാം. എന്ത്? പ്രകാശിക സാന്ദ്രത കുറയുമ്പോൾ എന്ത് പറ്റുന്നു? പ്രകാശത്തിന്റെ വേഗത കൂടുതലായിരിക്കും. അപ്പോ
പ്രകാശിക സാന്ദ്രത ഏറ്റവും കൂടുതൽ എവിടെയാണ്? അത് വജ്രത്തിലൂടെ പ്രകാശം കടന്നു പോകുമ്പോഴായിരിക്കും പ്രകാശിക സാന്ദ്രത ഏറ്റവും കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത്. പിന്നെ നിങ്ങൾക്കറിയാം, നമുക്ക് ഭൂമിയിലേക്ക് ലഭിക്കുന്ന പ്രകാശ സ്രോതസ്സുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്തെന്ന് പറയുന്നത്? പ്രകാശ സ്രോതസ്സുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സൂര്യൻ എന്ന് പറയുന്നത്. സൂര്യൻ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രകാശിക സ്രോതസ്സാണ്. മറ്റൊന്നാണ് നമുക്ക് ലഭിക്കുന്നത് ചന്ദ്രൻ. അപ്പോ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉണ്ടാവുന്ന അല്ലെങ്കിൽ PSC ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, സൂര്യനിൽ നിന്ന് പ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം. സൂര്യനിൽ നിന്ന് പ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയമാണ് 8 മിനിറ്റ് 20 സെക്കൻഡ്. 8 മിനിറ്റ് 20 സെക്കൻഡ്. അല്ലെങ്കിൽ നമ്മൾ ഇതിന് മൊത്തത്തിൽ സെക്കൻഡ് ആവുമ്പോൾ 8 മിനിറ്റ് എന്ന് പറഞ്ഞാല് 60 × 8 480 + 20 500 സെക്കൻഡ്. 500 സെക്കൻഡ്. സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയമാണ് എന്തെന്ന് പറയുന്നത്? 8 മിനിറ്റും 20 സെക്കൻഡും എന്ന് പറയുന്നത്. ഇനി ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്നതാണ് 1.3 സെക്കൻഡ്. 1.3 സെക്കൻഡ്. സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയമാണ് 8 മിനിറ്റ് 20 സെക്കൻഡ് അല്ലെങ്കിൽ 500 സെക്കൻഡ് എന്ന് പറയാം. അല്ലെങ്കിൽ ചന്ദ്രപ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയമാണ് 1.3 സെക്കൻഡ് എന്ന് പറയുന്നത്. ഇനി പ്രകാശത്തിന്റെ ഏറ്റവും ചെറിയ കണങ്ങളെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? പ്രകാശത്തിന്റെ ഏറ്റവും ചെറിയ കണങ്ങളെ നമ്മൾ ക്വാണ്ടം അല്ലെങ്കിൽ ഫോട്ടോണുകൾ എന്ന് വിളിക്കുന്നു. ക്വാണ്ടം അല്ലെങ്കിൽ ഫോട്ടോണുകൾ എന്ന് വിളിക്കുന്നത് എന്തിനെയാണ്? പ്രകാശത്തിന്റെ ഏറ്റവും ചെറിയ കണങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ക്വാണ്ടം അല്ലെങ്കിൽ ഫോട്ടോണുകൾ എന്ന് വിളിക്കുന്നത്. പ്രകാശങ്ങളെല്ലാം തന്നെ എന്താണ്? അനുപ്രസ്ഥ തരംഗങ്ങളാണ്. പ്രകാശങ്ങളെല്ലാം തന്നെ എന്താണ്? അനുപ്രസ്ഥ തരംഗങ്ങൾ അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് വേവുകളാണ് പ്രകാശം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, 2 തരത്തിലുള്ള തരംഗങ്ങളാണുള്ളത്. അനുപ്രസ്ഥ തരംഗങ്ങളും അനുദൈർഘ്യ തരംഗങ്ങളും. അതായത് ട്രാൻസ്വേഴ്സ് വേവും ലോങ്റ്റിറ്റ്യൂഡ് വേവും. നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, പ്രകാശം എന്ന് പറയുന്നത് അതൊരു ട്രാൻസ്വേഴ്സ് വേവ് ആണ്, അത് ഒരു അനുപ്രസ്ഥ തരംഗമാണ്. ഇനി നമുക്കത് എന്താണെന്ന് നോക്കാം. നിങ്ങൾ മനസ്സിലാക്കുക, പ്രകാശം സഞ്ചരിക്കുന്നത് തരംഗ രൂപത്തിലാണ്. പ്രകാശം സഞ്ചരിക്കുന്നത് തരംഗ രൂപത്തിലാണ്. അതായത് പ്രകാശം സഞ്ചരിക്കുന്നത് ഇതാ ഇങ്ങനെയാണ്. ഇങ്ങനെ തരംഗ രൂപത്തിലാണ് പ്രകാശം സഞ്ചരിക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് പ്രകാശം അനുപ്രസ്ഥ തരംഗങ്ങളാണെന്ന് പറയുന്നത്? ഇത് നോക്കുക, പ്രകാശം ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അപ്പോ ഇവിടേക്ക് ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ട്. നിങ്ങൾ കരുതുക ഇതൊക്കെ പാർട്ടിക്കിൾസ് ആണെന്ന് കരുതുക. പ്രകാശം ഇങ്ങോട്ടാണ് ഈ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രകാശം ഇങ്ങോട്ടാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോ പ്രകാശം ഇങ്ങോട്ട് സഞ്ചരിക്കുമ്പോ ഇതിന്റെ ചുറ്റുമുള്ള ഈ കണികകൾ ഉണ്ടല്ലോ, ഈ കണികകളുടെ ചലനം ഇങ്ങനെ ലംബമായിട്ടുള്ള രീതിയിലാണെങ്കിൽ, അല്ലെങ്കിൽ അതായത് ഊർജം പ്രക്ഷേപണം ചെയ്യുന്ന റൂട്ടിൽ നിന്നും അതിന് ലംബമായിട്ടാണ് കണികകൾ ചലിക്കുന്നതെങ്കിൽ അത്തരം ചലനങ്ങളെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? അനുപ്രസ്ഥ തരംഗങ്ങൾ അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് വേവുകൾ എന്ന് വിളിക്കുന്നു. അതായത് ഈ പ്രകാശം ഇങ്ങോട്ട് സഞ്ചരിക്കുമ്പോൾ ലംബമായിട്ടായിരിക്കും കണികകളുടെ ചലനമെങ്കിൽ അതിനെയാണ് നമ്മൾ അനുപ്രസ്ഥ തരംഗങ്ങൾ എന്ന് വിളിക്കുന്നത്. അനുപ്രസ്ഥ തരംഗങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇനി ഇങ്ങോട്ട് സഞ്ചരിക്കുകയും അനുദൈർഘ്യ തരംഗം എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് സഞ്ചരിക്കുന്നു, ഊർജം ഇങ്ങോട്ട് സഞ്ചരിക്കുന്നു, അതേ ദിശയിൽ തന്നെയായിരിക്കും കണികകളുടെ ചലനവും. കണികകളുടെ ചലനം എങ്ങനെയായിരിക്കും? ഈ ഊർജം സഞ്ചരിക്കുന്ന അതേ ദിശയിൽ തന്നെയാണെങ്കിൽ അത്തരം തരംഗങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അനുദൈർഘ്യ തരംഗങ്ങൾ എന്ന് വിളിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കി വെക്കാൻ വേണ്ടി പറയുന്നതാണ്. അനുപ്രസ്ഥ തരംഗം എന്ന് പറഞ്ഞാല് ഊർജം പ്രക്ഷേപണം ചെയ്യുന്നതിന് ലംബമായിട്ടായിരിക്കും കണികകളുടെ ചലനം. അതിനെയാണ് നമ്മൾ അനുപ്രസ്ഥ തരംഗങ്ങൾ അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് വേവുകൾ എന്ന് പറയുന്നത്. ഇത് തന്നെ ഊർജം എങ്ങോട്ടാണോ പോകുന്നത് ആ രീതിയിലാണ് അങ്ങോട്ട് തന്നെയാണ് കണികകളുടെ ചലനമെങ്കിൽ അത്തരം തരംഗങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അനുദൈർഘ്യ തരംഗങ്ങൾ എന്ന് പറയുന്നത്.
അപ്പോൾ പ്രകാശം എന്താണ്? നമ്മളിവിടെ പഠിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? പ്രകാശത്തെ കുറിച്ചാണ്. പ്രകാശം അപ്പോൾ എന്താണ്? പ്രകാശം ഒരു അനുപ്രസ്ഥ തരംഗമാണ്. പ്രകാശം ഒരു അനുപ്രസ്ഥ തരംഗമാണ്. അതായത് പ്രകാശം സഞ്ചരിക്കുന്നതിന് ലംബമായിട്ടാണ് അതിന് ചുറ്റുമുള്ള കണികകളുടെ ചലനം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രകാശം എന്താണ്? പ്രകാശം ഒരു അനുപ്രസ്ഥ തരംഗമാണ്, അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് വേവ് ആണ്. ഇനി ഈ അനുപ്രസ്ഥ തരംഗം, പ്രകാശം അനുപ്രസ്ഥ തരംഗമാണ് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്റെ പേരെന്താണ്? അദ്ദേഹത്തിന്റെ പേരാണ് അഗസ്റ്റിൻ ഫ്രെണൽ. അഗസ്റ്റിൻ ഫ്രെണൽ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് എന്ത് കണ്ടെത്തിയത്? പ്രകാശം ഒരു അനുപ്രസ്ഥ തരംഗമാണ് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്റെ പേരാണ് അഗസ്റ്റിൻ ഫ്രെണൽ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത് പ്രകാശത്തിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനിയും കുറച്ച് ഭാഗങ്ങൾ കൂടി പോകാനുണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സുകളിലായിട്ട് നമ്മൾ അതൊക്കെ കൂടുതലായിട്ട് പറയുന്നതായിരിക്കും. അപ്പോ ഇതോടുകൂടി ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി.